ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒരു പിക്ചറിൻ്റെ മുകളിൽ, അതായത് ഒരു ഇമേജിൻ്റെ മുകളിൽ, അല്ലെങ്കിൽ നമുക്കൊരു പിക്ചറിൻ്റെ ഏതെങ്കിലും ഒരു ഷേപ്പിൻ്റെ മുകളിലൊക്കെ ഉണ്ടാകുന്ന അഡ്ജസ്റ്റ്മെൻറ്റുകളെ കുറിച്ചാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. വളരെയധികം ഉപകാരമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കാരണം വെച്ചാൽ നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കുന്ന സമയത്തെ ഫോട്ടോസിന് ചിലപ്പോൾ ലൈറ്റ് കൂടുക അല്ലെങ്കിൽ റെഡ് കുറയുക, അങ്ങനെ പല പല എഫക്റ്റുകളൊക്കെ ഉണ്ടാവാം. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കൺസെപ്റ്റാണ്. ശ്രദ്ധിക്കുക, ഞാനിവിടെ ഒരു പേജ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഞാനിവിടെ ഒരു പേജ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. തൽക്കാലം ഒരു പേജ് ഓപ്പൺ ആക്കിയിട്ട് അതിലേക്ക് ഞാനൊരു ഫോട്ടോസ് വലിച്ചിടുകയാണ്. അപ്പോൾ ഞാൻ ഡെസ്ക്ടോപ്പിൽ നിന്ന് നമ്മൾ ഇന്നലെ സേവ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ഫോട്ടോസ്, ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ ആ മഞ്ജുവാരുടെ ഫോട്ടോസ് തന്നെ ഞാൻ ഓപ്പൺ ആക്കി. ശ്രദ്ധിക്കാം, ഈ ഫോട്ടോസിൽ കുറച്ച് റെഡ് കൂടിയതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ? കുറച്ച് റെഡ് കളർ കുറച്ച് ഫീൽ ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. ഫോട്ടോസിനെ അല്ലെങ്കിൽ ഇമേജിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത്? ഇമേജിൽ അഡ്ജസ്റ്റ്മെൻറ്റ് എന്നൊരു ഓപ്ഷൻസ് ഉണ്ട്. കണ്ടല്ലോ, ഇമേജിൽ അഡ്ജസ്റ്റ്മെൻറ്റ്, അതായത് ഒരു ഫോട്ടോസിൻ്റെ മുകളിൽ നമുക്ക് വരുത്താവുന്ന കുറേ മാറ്റങ്ങൾ. ഇപ്പോൾ നമുക്കൊക്കെ അറിയാൻ പറ്റും. ബ്രൈറ്റ്നെസ് ആൻഡ് കോൺട്രാക്ട് നോക്കി നോക്കൂ. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോക്കി നോക്കിയാൽ നമ്മളെ ബ്രൈറ്റ്നെസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറയ്ക്കാം, കൂട്ടാം. കണ്ടല്ലോ, ക്ലിയർ ആണല്ലോ? ഇമേജിൻ്റെ ഉള്ളിൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ. അതേപോലെ തന്നെ ലെവല് നോക്കൂ, ക്ലിയർ ആണല്ലോ? ഈ കാണുന്ന പോയിന്റുകൾ നമ്മൾ ഓരോന്ന് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഇമേജിൻ്റെ ഉള്ളിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമുക്കിവിടെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഒപ്പം തന്നെ കർവ് എന്നൊരു ഓപ്ഷൻസ് ഉണ്ട്. ശ്രദ്ധിക്കുക, കർവ് നോക്കൂ, കണ്ട ഫോട്ടോസിൻ്റെ മുകളിൽ ശ്രദ്ധിക്കേണ്ട നിങ്ങൾ. ക്ലിയർ ആണല്ലോ? ഇങ്ങനെയുള്ള ഒരു ഇമേജിൻ്റെ മുകളിൽ വരുത്താവുന്ന എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും ക്ലിയർ അല്ലേ? ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹ്യൂജ് അല്ലെങ്കിൽ സാറ്റുറേഷൻ എന്നൊരു ഓപ്ഷൻസ് ഉണ്ട്. നോക്കൂ, നമുക്ക് നമ്മുടെ കളറുകളിൽ ഉണ്ടാകുന്ന മിക്സിങ് കണ്ടില്ലേ? ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇമേജിൻ്റെ ഉള്ളിൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാം. നിങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, ഫോട്ടോഷോപ്പിൽ പറഞ്ഞു തുടങ്ങിയത് ഇത്രയാണ്. ഇമേജ് എന്നുള്ള മെനുവിൻ്റെ ഉള്ളിൽ അഡ്ജസ്റ്റ്മെൻറ്റുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നോക്കി നോക്കൂ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് നോക്കൂ, ചാനൽ മിക്സർ ഒക്കെ കളർ. ഇപ്പോൾ റെഡ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുറച്ച് റെഡ് എനിക്ക് കുറയ്ക്കണം ഫോട്ടോസിൽ, കണ്ടോ? ക്ലിയർ ആണല്ലോ? ഇങ്ങനെയുള്ള എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ പണ്ട് കാലത്തൊക്കെ സ്റ്റുഡിയോയിലൊക്കെ നെഗറ്റീവ് കളർ ഫോട്ടോ ആക്കി തരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? പണ്ടൊക്കെ അറിയാമായിരുന്നു. അതെന്താ വെച്ചാൽ ഇൻവേർട്ട് എന്നുള്ളൊരു ഓപ്ഷൻസ് വെച്ചിട്ടാണ്. മനസ്സിലായ? ഇമേജിൻ്റെ ഉള്ളിൽ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഉള്ളിൽ ഇൻവേർട്ട് എന്നൊരു ഓപ്ഷൻസ് ഉണ്ട്. അതായത് നമ്മൾ നെഗറ്റീവ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണല്ലോ കാണുക? നേരെ ഇമേജിൽ വരിക, അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഉള്ളിൽ നേരെ ഇൻവേർട്ട് എന്നുള്ളൊരു ഓപ്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് കണ്ടില്ലേ കറക്റ്റ് കളർ ഫോട്ടോസായിട്ട് മാറും. ക്ലിയർ ആണല്ലോ? ഇമേജിൽ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഉള്ളിലുള്ള കുറേ ഓപ്ഷൻസ്. അപ്പോൾ അതിൽ നോക്കി നോക്കൂ, ഡിസ്ട്രാക്റ്റീവ് എന്നൊരു ഓപ്ഷൻസ് ഉണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാനുള്ളത്. ഒരു ഇമേജിൻ്റെ മുകളിൽ വരുത്താവുന്ന എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും. ഇപ്പോൾ നോക്കി നോക്കി, എത്ര ഷോൾഡ് കണ്ട സംഭവം മനസ്സിലായ? ഇതിനെയാണ് നമ്മൾ ഇമേജിൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. കുറേ മോഡലുകളുണ്ട്. ഏത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കാം. ഇനി ഇത് വെച്ച് ഞാനൊരു വർക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് വെച്ചിട്ട് ഞാനൊരു വർക്ക് കാണിച്ചു തരാം. ശ്രദ്ധിക്കാം, ശ്രദ്ധിക്കാം. ഞാനൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ് സേവ് ചെയ്തെടുക്കുകയാണ്, ഡൗൺലോഡ് ചെയ്യാണ്. ഒരു പഴയ ഫോട്ടോസ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഓൾഡ് ഫോട്ടോസ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കണ്ടല്ലോ, നമ്മൾ സ്റ്റുഡിയോക്കാർ നമ്മുടെ ഫോട്ടോ ടച്ച് ചെയ്യുക അല്ലെങ്കിൽ ഫോട്ടോ എഡിറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഭാഗങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടാവും അല്ലേ? നമ്മുടെ വീട്ടിലൊക്കെ കുറച്ച് വയസ്സായിട്ടുള്ള ആൾക്കാരുടെ ഫോട്ടോസുകളൊക്കെ ഉണ്ടെങ്കിൽ ഓൾറെഡി ഇതേപോലെ ഈ ഫോട്ടോസുകളൊക്കെ എഡിറ്റ് ചെയ്തെടുക്കണം കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ ടച്ച് ചെയ്തെടുക്കണമൊക്കെ കണ്ടിട്ടുണ്ടാവും. സ്റ്റുഡിയോയിൽ കൊണ്ടുകൊടുത്തു കഴിഞ്ഞാൽ അവർ കളറൊക്കെ ആക്കി തരും. അതേപോലെ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഒരു ഫോട്ടോസ് ചെയ്യാൻ പോവുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. അതിനായിട്ട് ഞാനൊരു ഫോട്ടോസ് തിരഞ്ഞെടുക്കുന്നു.
അനുയോജ്യമായിട്ടുള്ളൊരു ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, ഈ ഫോട്ടോസ് തന്നെ എടുക്കാം നമുക്ക്. സർ നമുക്ക് ഫോട്ടോ കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റൂലേ? അതൊക്കെ ചെയ്യാം, കോപ്പി പേസ്റ്റ് ഒക്കെ ചെയ്യാം നമുക്ക് ഈ ഫോട്ടോസ് ഞാൻ വർക്ക് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ശ്രദ്ധിക്കാം, ഞാനിപ്പോൾ ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ ഫയലിനെ ഓപ്പൺ ആക്കുന്നു. ഇപ്പോൾ ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ്, പഴയ ഫോട്ടോസാണ് ആണല്ലോ. ഇതിൻ്റെ ഒരു മിനിറ്റ്, ആരും വന്നിട്ടുണ്ട്. ശ്രദ്ധിക്കുക, നമ്മൾ വർക്ക് പറഞ്ഞു തുടങ്ങുന്നു. റെക്കോർഡിങ് ഞാൻ അയച്ചു തരാം. ഒരു പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഫോട്ടോസ് എനിക്ക് കളറാക്കാനാണ് ഞാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിപ്പോൾ ഒറിജിനൽ ഫോട്ടോ ആണല്ലേ. നിങ്ങൾ എന്ത് ചെയ്യാനറിയോ, റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ആ കാണുന്ന പേജിൻ്റെ, ആ കാണുന്ന ഫയലിൻ്റെ മേലെ ആ ഗ്രേ കളറിലുള്ള നമ്മുടെ ഫയൽ പേര് എഴുതി എടുക്കണില്ലേ, അവിടെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എന്നിട്ട് ഓപ്ഷൻസ് ഉണ്ട്, കണ്ടല്ലോ. ഈ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഓക്കെ, അതെന്തിനാ വെച്ചാൽ ഒറിജിനലിൽ മാറ്റം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ ഒറിജിനൽ ഫോട്ടോസുകളിൽ മാറ്റം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഒരു സെക്കൻഡ്. സോറി കേട്ടോ, ഞാൻ ഒരു ലൈറ്റും ഫാനും ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പുറത്ത്, അതൊന്ന് ഓഫാക്കാൻ വേണ്ടി പോയതാണ്. ഓക്കെ, ശ്രദ്ധിക്കാം. ഇനി എല്ലാവരും കേൾക്കാമല്ലോ അല്ലേ? ക്ലിയർ ആണല്ലോ? ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നിങ്ങൾ ഇമേജിൽ പോവുക. ഇമേജിൽ മോഡ് RGB അല്ലേ നോക്കുക. ക്ലിയർ ആണല്ലോ? ഇമേജ് എന്നുള്ള മെനുവിൻ്റെ ഉള്ളിൽ മോഡ് RGB ആക്കുക. ചിലപ്പോൾ അത് ഗ്രേ സ്കെയിലാവും എടുക്കുന്നുണ്ടാവുക. അപ്പോൾ ഗ്രേ സ്കെയിലിൽ നമുക്ക് കളർ സെറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇമേജിൽ വന്നിട്ട് മോഡ് ആദ്യം എന്ത് ചെയ്യുക, RGB ആക്കി കൺവേർട്ട് ചെയ്യുക. ക്ലിയർ ആണല്ലോ? ഇനി നമ്മുടെ ഇതിലെ ശരീരത്തിൻ്റെ ഭാഗമല്ലേ, അതായത് ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിളായിട്ട് ഈ നെറ്റിയിൽ അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഞാൻ പെൻ ടൂൾ കൊണ്ട് സെലക്ട് ചെയ്യാൻ പോവുകയാണ്. ശ്രദ്ധിക്കുക, പെൻ ടൂൾ എടുത്തു. നമ്മൾ പെൻ ടൂൾ എടുത്തിട്ട് ഞാൻ ഏകദേശം ഒരു ആ മുടിയുടെ ഭാഗം ഒഴിവാക്കിയിട്ടാ. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഇവിടെ വേണ്ട, ഡ്രസ്സിൻ്റെ ഭാഗം വേണ്ട, ശരീരത്തിൻ്റെ ഭാഗം മാത്രം ജസ്റ്റ് സെലക്ഷൻ ചെയ്യാം. നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗം മാത്രം ജസ്റ്റ് സെലക്ഷൻ ചെയ്തിട്ട് ഓക്കെ, ഇപ്പോൾ ചെവിയുടെ ഭാഗമൊക്കെ ഞാനിങ്ങനെ സെലക്ഷൻ ചെയ്തു. മുടിയുടെ ഭാഗമൊക്കെ ഞാൻ ഇവിടുന്ന് സെലക്ഷൻ ചെയ്തിട്ട് ഈ നെറ്റിയുടെ ഭാഗം വരെ സെലക്ഷൻ ചെയ്തു. ഇപ്പോൾ ഈ ഫോട്ടോസ് ഇത്രയായ കാരണമാണ് കേട്ടോ, ഇത്രയായ കാരണമാണ്. ശ്രദ്ധിക്കുക, ഇവിടെ വെച്ചു, നമ്മളെന്ത് ചെയ്തു, ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു. കൺട്രോൾ എൻ്റർ സെലക്ഷൻ ചെയ്തു. കൺട്രോൾ എൻ്റർ അടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, കൺട്രോൾ C കോപ്പി, കൺട്രോൾ V പേസ്റ്റ്. ക്ലിയർ ആണല്ലോ? ഈ ലെയർ ബോക്സിൽ നോക്കി നോക്കി നിങ്ങൾ കണ്ട, ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ആളുടെ മുഖം മാത്രം ഞാൻ കട്ട് ചെയ്തെടുത്തത് കണ്ട. നിങ്ങളിങ്ങനെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. കൺട്രോൾ അമർത്തിയിട്ട് C അമർത്തി കഴിഞ്ഞാൽ കോപ്പി ആവും, കൺട്രോൾ അമർത്തിയിട്ട് V അമർത്തി കഴിഞ്ഞാൽ പേസ്റ്റ് ആവും. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, ഇപ്പോൾ ഇമേജിൻ്റെ ഉള്ളിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ പഠിച്ചല്ലോ. ഇമേജിൽ
അഡ്ജസ്റ്റ്മെൻറ്റിൽ ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ ഹ്യൂജ് ബാർ സാറ്റുറേഷൻ എന്നുള്ളൊരു ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്തു. ഓക്കെ, അതിൽ കളറൈസ് എന്നുള്ള ഭാഗം ടിക്ക് ചെയ്തു. കളറൈസ് എന്നുള്ള ഭാഗം ടിക്ക് ചെയ്തിട്ട് കളറൈസ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. എല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ ഇപ്പോൾ നേരം വഴിക്ക് വന്ന ആൾക്കാർ ഞാൻ റെക്കോർഡ് ഇടാം, ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. കളറൈസ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ശരീരത്തിൻ്റെ കളർ ഉണ്ടല്ലോ, നമുക്കൊരു ശരീരത്തിനൊരു കളർ ഉണ്ടാവുമല്ലോ, അറിയാലോ. ക്ലിയർ ആണല്ലോ, മനസ്സിലായ? നമ്മുടെ ഒരു സ്കിന്നിനൊരു കളർ ഉണ്ടാവുമല്ലോ, ആ കളർ നിങ്ങൾ അവിടെ നിന്ന് സെലക്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക. ക്ലിയർ അല്ലേ? ക്ലിയർ ആണല്ലോ, മനസ്സിലായ? ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയൂ. കണ്ടല്ലോ, അതായത് നേരത്തെ നമ്മൾ എടുത്ത ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ ആ സെലക്ഷൻസ് ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ആ കണ്ണിൻ്റെ മുകളിലൊക്കെ ആ കളർ ഫീൽ ചെയ്യും ഇല്ലേ? അപ്പോൾ കണ്ണിൻ്റെ അവിടെ മാത്രം നിങ്ങൾ എറേസ് ചെയ്ത് കൊടുത്തോളൂ. നമ്മുടെ എറേസർ ടൂളില്ലേ, മായ്ക്കാനുള്ള ടൂള്, ആ മായ്ക്കാനുള്ള ടൂൾ എടുത്തിട്ട് ആ കണ്ണിൻ്റെ അവിടെ മാത്രം, കാരണം ബാക്കിലുള്ള ബാക്ക്ഗ്രൗണ്ടാണ് ഇപ്പോൾ അവിടെ കാണുന്നത്. മനസ്സിലായ? നമ്മുടെ ബാക്കിലുണ്ടായിരുന്ന ബാക്ക്ഗ്രൗണ്ട് ഇല്ലേ, ക്ലിയർ ആണല്ലോ, മനസ്സിലായ? ക്ലിയർ അല്ലേ? ഇങ്ങനെ നമുക്ക് പഴയ ഫോട്ടോസുകളൊക്കെ എഡിറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഡ്രസ്സിന് കളർ കൊടുക്കണം, കളർ കൊടുക്കാം. പെൻ ടൂൾ കൊണ്ട് നമ്മുടെ ആ ടീഷർട്ടിൻ്റെ കളർ സെലക്ഷൻ ചെയ്യാം. ഓക്കെ, കൺട്രോൾ എൻ്റർ അടിക്കുക. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ ഭാഗം. കൺട്രോൾ യു, അതായത് ഹ്യൂജ് ബാർ സാറ്റുറേഷൻ. കളറൈസ് ക്ലിക്ക് ചെയ്തു. നമുക്ക് ഏത് കളറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ കളറ്, ഡ്രസ്സിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കളർ ഏതാണെന്നുണ്ടെങ്കിൽ ആ കളർ അവിടെ ക്രിയേറ്റ് ചെയ്തു. ക്ലിയർ അല്ലേ? ഇത് കൊടുക്കുമ്പോൾ നമ്മൾ ഇപ്പുറത്തെ സൈഡിലുള്ള കാരണം 103 + 103 57 കൊടുത്തിട്ടുള്ളത്, അത് ഓർമ്മ ഉണ്ടാവണം. ഇനി എന്ത് ചെയ്യാം, ഇപ്പുറത്തെ ഈ ഷർട്ടിൻ്റെ അവിടുത്തെ ഭാഗമുണ്ട്, കണ്ടോ? കൺട്രോൾ എൻ്റർ, നേരെ കൺട്രോൾ യു, കളറൈസ്. നേരത്തെ നമ്മൾ കൊടുത്ത കളറില്ലേ, ഏതായിരുന്നു? 103 57 അല്ലേ? കണ്ട ഫോട്ടോ, കളർ ഫോട്ടോസ് ആവണ കണ്ടോ നിങ്ങൾ? മനസ്സിലായ? ഇപ്പം പറഞ്ഞാൽ ആർക്കെങ്കിലും ഏതെങ്കിലും ഭാഗം സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് പറയോ? ഇനിയിപ്പോൾ ഈ മുടിയുടെ ഭാഗമൊക്കെ നമുക്ക് ഇതാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് കുറച്ച് കുറച്ച് ബ്ലാക്ക് കളർ കൊടുക്കണമെന്ന് തോന്നുകയാണെങ്കിൽ നമ്മളിവിടെ ഒരു ടൂൾ അടിച്ചില്ലേ, ബേൺ ടൂള്, മനസ്സിലായ? ക്ലിയർ ആണല്ലോ? ഇങ്ങനെ നമുക്ക് ഫോട്ടോസുകളെ എഡിറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരു ഫോട്ടോ ടച്ച് ചെയ്യുക എന്നുള്ള വർക്ക് ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഇമേജിൻ്റെ ഉള്ളിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ വെച്ചിട്ട് നമുക്ക് പലതരത്തിലുള്ള വർക്കുകളും ചെയ്യാനായിട്ട് പറ്റും. ഇമേജിൻ്റെ ഉള്ളിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് വെച്ചിട്ട് നമുക്ക് പലതരത്തിലുള്ള വർക്കുകളും ചെയ്യാനായിട്ട് പറ്റും. പല മോഡലുകളിലും പല എഫക്റ്റുകളിലും. ഇപ്പോൾ കളർ ബാലൻസ്, കളർ അഡ്ജസ്റ്റ്മെൻറ്റ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ക്ലിയർ ആണല്ലോ? ഈ ഭാഗം മനസ്സിലായില്ലേ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കിടക്കാം. നേരം വൈകി വന്നിട്ടുള്ള ആൾക്കാർ ശ്രദ്ധിക്കുക, നമ്മൾ ചെയ്തത് ഇത്രയേ ഉള്ളൂ. ആദ്യം നമ്മളൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ് ഓപ്പൺ ചെയ്തെടുത്തു.
ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ് ഓപ്പൺ ചെയ്തെടുത്തു. അതിന് ഞാൻ നേരെ ഇമേജിൽ പോയിട്ട് മോഡ് RGB ആക്കി കൊടുത്തു. ഇതിപ്പോൾ RGB ആയ കാരണം കുഴപ്പമില്ല. വേറെ ഏതെങ്കിലും ഫോർമാറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗ്രേ സ്കെയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല. ഇമേജിൽ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ മോഡിൻ്റെ ഉള്ളിൽ RGB ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഇവിടെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്താൽ മതി. നമ്മുടെ ആ പേരിൻ്റെ നേരെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാനായിട്ട് ശ്രമിക്കുക. ഒറിജിനൽ ക്ലോസ് ചെയ്യുക. ഡ്യൂപ്ലിക്കേറ്റിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക. സെലക്ഷൻ ചെയ്യാൻ പെൻ ടൂൾ എടുത്തിട്ടാണ് നമ്മൾ സെലക്ഷൻ ചെയ്തത്. ഞാൻ അതൊന്ന് ഓടിച്ച് കാണിക്കാം, ശ്രദ്ധിക്കുക. നമ്മൾ പറഞ്ഞതിൽ റെക്കോർഡിങ്ങിൽ ഉണ്ട്. ഇത് ജസ്റ്റ് സെലക്ഷൻ ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ പെട്ടെന്ന് കാണിക്കുന്നതാണ് കേട്ടോ. സെലക്ഷൻ ചെയ്തതിന് ശേഷം ഇങ്ങനെ സെലക്ഷൻ ചെയ്തതിന് ശേഷം കൺട്രോൾ എൻ്റർ, ഒരു കോപ്പി എടുക്കുക. അതിൻ്റെ Ctrl+C കോപ്പി, Ctrl+V പേസ്റ്റ്. ക്ലിയർ ആണല്ലോ. എന്നിട്ട് നമ്മൾ ആ കോപ്പി പേസ്റ്റ് വന്നിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇമേജിൻ്റെ ഉള്ളിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റിൽ നേരെ പോയിട്ട് ഹ്യൂജ് ബാർ സാച്ചുറേഷൻ എന്നൊരു ഓപ്ഷൻസ് കണ്ടോ, അതിൽ കളറൈസ് ക്ലിക്ക് ചെയ്യുക. ഒപ്പം തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ കളർ ഏതാണെന്നുണ്ടെങ്കിൽ ആ കളർ നമ്മളവിടെ കൺവേർട്ട് ചെയ്ത് കൊടുക്കുക. ക്ലിയർ അല്ലേ? സംഭവം മനസ്സിലായ? ക്ലിയർ ആണല്ലോ സർ? അപ്പോൾ ഡ്രസ്സ് ഒക്കെ അങ്ങനെ ഹ്യൂ ആൻഡ് സാച്ചുറേഷനിൽ പോയിട്ട് ചെയ്യാം. ഡ്രസ്സ് മാത്രം സെലക്ഷൻ, അതും ഞങ്ങൾ ഇവിടെ ചെയ്തിരുന്നു. ഇതേപോലെ ഈ ഭാഗം സെലക്ഷൻ ചെയ്യുക, Ctrl+U അടിക്കുക, സാച്ചുറേഷനിൽ പോയിട്ട് കളർ ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ രണ്ട് ഭാഗമായിട്ടൊക്കെയാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കൊടുക്കുന്ന കളറിൻ്റെ കോമ്പിനേഷൻ ഉണ്ടല്ലോ, അതൊന്നും നമ്മൾ ഓർത്ത് വെക്കണം. ഇപ്പോൾ ഇത് രണ്ടും കൂടി ഞാൻ ഇപ്പോൾ ചെയ്യുന്നില്ല. ഒരെണ്ണം ഒരു ഷർട്ടിൻ്റെ ഒരു ഭാഗം മാത്രം ഞാനിവിടെ ചെയ്തു. ശ്രദ്ധിക്കില്ല. Ctrl Enter അടിച്ചു, Ctrl+U അടിച്ചിട്ട് ഞാനിവിടെ കളറൈസ് സെറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. കളറൈസ് സെറ്റ് ചെയ്തു. ഈ ലെയർമലാണ്, അതാണ് അത് ആക്റ്റീവ് ആവാത്ത. ഈ ലെയർമലാണ്, ബാക്ക്ഗ്രൗണ്ടിലാണത്. Ctrl+U കളറൈസ് സെറ്റ് ചെയ്തു. നമ്മളിപ്പോൾ ഏകദേശം ഈ കളറാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ മേലെ +312 67 ആണ് കേട്ടോ. 312 67. അതേ എഫക്റ്റ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഭാഗത്തും കൊടുക്കുക. മനസ്സിലായല്ലോ? മനസ്സിലായി സർ. Ctrl Enter അടിക്കുക, Ctrl+U കൊടുത്തു. 312 ഇത്രയായിരുന്നു നമ്മൾ കൊടുത്തത്, 87 അല്ലേ? എത്ര കൊടുത്തിട്ടുണ്ടായിരുന്നു? 87. നമ്മൾ കൊടുത്ത ആ കളറിൻ്റെ കളറൈസ് തന്നെ ക്ലിക്ക് ചെയ്യണം കേട്ടോ. 312 87 കണ്ടോ? ക്ലിയർ ആണല്ലോ? അപ്പോൾ കറക്റ്റ് മാച്ച് ചെയ്തിട്ടുള്ള കളർ തന്നെ അതിന് കിട്ടും. ഓക്കെ, ഇതുവരെ പറഞ്ഞ ഭാഗം മനസ്സിലായില്ലേ? മനസ്സിലായി. ഇനി അടുത്ത് നമ്മൾ സെറ്റ് ചെയ്യാൻ പോണത് ഫിൽറ്ററുകളാണ്, എഫക്റ്റുകളാണ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു ടോപ്പിക്കാണിത്. നമ്മുടെ ചെയ്യുന്ന വർക്കുകൾക്ക് നമുക്കൊരു എഫക്റ്റുകൾ കൊടുക്കണം എന്ന് വിചാരിക്കാം. ശ്രദ്ധിക്കട്ടെ, ഞാൻ ചെയ്യുന്ന വർക്കുകൾ നിങ്ങൾ നോക്കുക. ഞാൻ പുതിയൊരു ലെയർ എടുത്തിട്ടുണ്ട്. ബ്രഷ് ടൂൾ കൊണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു കളറും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു പച്ച കളർ കൊടുത്തു. ഇവിടെ അതിൽ തന്നെ ഞാനൊരു ചുവപ്പ് കളർ കൊടുത്തു. അതിൽ തന്നെ ഞാനൊരു മഞ്ഞ കളർ കൊടുത്തു. 3 കളർ ഞാനിവിടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? ഇതുവരെ പറഞ്ഞ കാര്യം ക്ലിയർ ആയില്ല? ഇനി നോക്കുക, എങ്ങനെ മിക്സ് ചെയ്ത്? ബ്രഷ് ടൂൾ എടുക്കുക. ബ്രഷ് ടൂളിൽ നോക്കി നോക്കൂ. ഇവിടെ പോയിന്റ്, സ്മൂത്ത് ആയിട്ടുള്ള പോയിന്റ് അല്ലേ നോക്കുക. അതിനുശേഷം ഏത് കളറാണെന്നുണ്ടെങ്കിൽ ആ കളർ, ഇപ്പോൾ യെല്ലോ, അടുത്ത കളർ എടുത്തു. റെഡ്, അടുത്ത കളർ എടുത്തു. ഗ്രീന്, ഏത് കളറാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം കൂടി ഒരു ലെയറിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ശ്രദ്ധിക്കുക, ഒറ്റ ലെയറിൽ തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇനി നോക്കിട്ടാ, ഇവിടെ ഫിൽറ്ററിൻ്റെ ഉള്ളിൽ, ഫിൽറ്ററാണ് ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോണത്. ഫിൽറ്ററിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യാണ്, ഇവിടെ കുറേ എഫക്റ്റുകളുണ്ട് കണ്ടോ. 3D ബ്ലർ എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്ഷൻസ് ഉണ്ട്. അതിലെ പ്രധാനപ്പെട്ട കുറേ എഫക്റ്റുകൾ ഞാൻ പറഞ്ഞുതരാം. സ്റ്റൈലൈസിൻ്റെ ഉള്ളിൽ, ഡിസ്ട്രോട്ടിൻ്റെ ഉള്ളിൽ വേവ് എന്നിട്ട് ഓപ്ഷൻസ് ഉണ്ട്.
നോക്കൂ, കണ്ട എഫക്റ്റ് മാറിയതാണ്ട, മനസ്സിലായല്ലോ. ഫിൽറ്ററിൻ്റെ ഉള്ളിൽ ഡിസ്ട്രോട്ടിൻ്റെ ഉള്ളിൽ വേവ് എന്നൊരു ഓപ്ഷൻസ് ഉണ്ട്. ഇനി അതിൽ തന്നെ ട്രില്ല് എന്നൊരു ഓപ്ഷൻസ് ഉണ്ട്. ശ്രദ്ധിക്കുക, നോക്കൂ, കണ്ട. അതായത് ഇതിൻ്റെ ഉള്ളിൽ ഫോട്ടോഷോപ്പിൽ യൂസ് ചെയ്യുന്ന കംപ്ലീറ്റ് ഫിൽറ്റേഴ്സുകളാണ്. കുറേ എഫക്റ്റുകൾ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് നോക്കി വേവ് ഉണ്ട്, ട്രില്ലുണ്ട്, റിപ്പിൾ ഉണ്ട്. റിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുക, കണ്ട ഒരു എഫക്റ്റ് വന്നേക്ക് നോക്കി നിങ്ങൾ, ക്ലിയർ ആണല്ലോ. ഇത് നമുക്ക് ടെക്സ്റ്റ് ടൂളിൻ്റെ മുകളിലും പറ്റും. ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഓക്കെ, എനിക്കിതിനൊരു, ഇതിപ്പോൾ സാധാരണ ടെക്സ്റ്റാണ്, ഇതിന് എനിക്കൊരു എഫക്റ്റ് കൊടുക്കണം. മനസ്സിലായ? ഒരു എഫക്റ്റ് ഇതിനെ കൊടുക്കണം. അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ സെലക്ഷൻ ചെയ്യാം. ഇതിനങ്ങോട്ട് സെലക്ഷൻ ചെയ്തു. ഈ ഭാഗം മാത്രമായിട്ടാണ് ഞാൻ സെലക്ഷൻ ചെയ്തിട്ടുള്ളൂ. ഫിൽറ്ററിൽ റിപ്പിൾ എന്നുള്ളൊരു എഫക്റ്റ് കൊടുത്തു. നോക്കി നിങ്ങൾ, കണ്ട. ഇനി ഇത് മൊത്തം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഫിൽറ്ററിൻ്റെ ഉള്ളിൽ റിപ്പിൾ എന്നുള്ളൊരു ഓപ്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ നോക്കിയേ, സംഭവം മനസ്സിലായ? ഫിൽറ്ററിൻ്റെ ഉള്ളിൽ റിപ്പിൾ, കുറേ സ്റ്റൈലുകളുണ്ട്, ഒക്കെ ഫിൽറ്ററുകളാണ്. ക്ലിയർ ആണല്ലോ. ഇതിൻ്റെ ഉള്ളിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡ്രില്ല് ചെയ്യാം. സ്റ്റൈലൈസിൻ്റെ ഉള്ളിൽ കുറേ എഫക്റ്റുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ വിൻഡിൻ്റെ എഫക്റ്റ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. എഫക്റ്റുകളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഫിൽറ്ററിൻ്റെ ഉള്ളിൽ നോക്കൂ, സംഭവം മനസ്സിലായ? റിപ്പിൾ വന്നത് കണ്ടാ? ഈ റിപ്പിൾ കുറച്ച് കൊടുക്കുകയാണെങ്കിൽ നോക്കി നോക്കി നിങ്ങൾ, സംഭവം മനസ്സിലായ? സ്മോൾ ഉണ്ട്, ലാർജ് ഉണ്ട്, പലതരത്തിൽ നമുക്ക് റിപ്പിളുകളെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഒക്കെ ഫിൽറ്റേഴ്സുകളാണ്, എഫക്റ്റുകളാണ് കംപ്ലീറ്റ്. ക്ലിയർ ആണല്ലോ. ഇവിടെ നോക്കൂ, വേറെ എഫക്റ്റ് നോക്കൂ, ട്രില്ല് കണ്ടോ? മനസ്സിലായ? ഇങ്ങനെ നമുക്ക് കുറേ മോഡൽ സ്റ്റൈലുകൾ, അതായത് കുറേ തരത്തിലുള്ള എഫക്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നിന്ന് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. നോക്കൂ, സംഭവം മനസ്സിലായല്ലോ. ഡൗട്ടില്ലല്ലോ. അപ്പോൾ ഫിൽറ്ററുകൾ എന്താണെന്ന് മനസ്സിലായില്ലേ? പലതരത്തിലുള്ള ഫിൽറ്റേഴ്സുകളുണ്ട്. അപ്പോൾ അതിൽ തന്നെ നോക്കൂ, വേറെ കുറച്ച് എഫക്റ്റ് ഞാൻ കാണിക്കാം. ഒരു ഫോട്ടോസിൻ്റെ മുകളിൽ ചെയ്യുന്ന എഫക്റ്റ് കാണിക്കാം. നോക്കിട്ടാ, മോഷൻ ബ്ലർ എന്നൊക്കെ പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട്. എന്താ മനസ്സിലായ? അതിൻ്റെ ആംഗിളുകൾ, അതിൻ്റെ ഡയറക്ഷൻസുകൾ, ഇത് ഏത് വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ഒരു ബ്ലർ ടൂൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, മുഖമൊക്കെ സ്മൂത്താക്കാനായിട്ട്, അത് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ വെച്ചിട്ട് ചെയ്യാം. ഇത് സെലക്ഷൻ ചെയ്യാം, ഫിൽറ്ററിലെ ബ്ലറിലെ ബ്ലർ എന്നുള്ളൊരു ഓപ്ഷൻസ് കൊടുക്കുക. ഒരിക്കൽ ഒരു എഫക്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാമെന്നറിയോ? പിന്നെ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, അതേ എഫക്റ്റ് തന്നെ വരണമെന്നുണ്ടെങ്കിൽ ആൾട്ട് കൺട്രോൾ എഫ് അടിച്ചാൽ മതി. മുന്നേ ഉപയോഗിച്ച ഫിൽറ്റർ തന്നെ വരണമെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. അതിങ്ങോട്ട് നീക്കി വെച്ചു, കണ്ടോ ബ്ലർ ആവണുണ്ടോ? മനസ്സിലായല്ലോ? ഈ ഭാഗം മനസ്സിലായില്ലേ? ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയണം. ഫിൽറ്ററിൻ്റെ ഉള്ളിൽ എഫക്റ്റ് ഏതെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവസാനം കൊടുത്ത എഫക്റ്റ് ഇല്ലേ, അവസാനം കൊടുത്ത എഫക്റ്റ്, ആ എഫക്റ്റ് വീണ്ടും വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഫിൽറ്ററിൻ്റെ ഉള്ളിൽ കണ്ട അവിടെ ഏറ്റവും മേലെ കാണാം,
നമ്മൾ അവസാനം യൂസ് ചെയ്തിട്ടുള്ള ഫിൽറ്റർ ഇല്ലേ, ലെൻസ് ഫ്ലെയർ എന്ന് പറഞ്ഞ ഒരു ഫിൽറ്ററാണ് നമ്മൾ അവസാനം യൂസ് ചെയ്തത്. അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ ആണല്ലോ? ഈ ഭാഗം മനസ്സിലായില്ലേ? ഫിൽറ്റേഴ്സിൻ്റെ ഭാഗം മനസ്സിലായില്ലേ? ഇതൊക്കെ ഫോട്ടോ എഡിറ്റ് ചെയ്യാനും ഫോട്ടോസ് തമ്മിൽ ഡിസൈൻ ചെയ്യാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ. ഇപ്പോൾ ലെൻസ് ഫ്ലെയർ എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ഒക്കെ ഉണ്ട്. നോക്കൂ, നമുക്കൊരു ലൈറ്റിൻ്റെ ഒരു എഫക്റ്റ് ഒക്കെ കൊടുക്കാനായിട്ട് കണ്ട. ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലൈറ്റിൻ്റെ ഒരു എഫക്റ്റ് ആ ഫോട്ടോസിൻ്റെ മുകളിൽ വന്നത് കണ്ട. ഇനി ഇത് വെച്ചിട്ട് ഞാനൊരു ജസ്റ്റ് ഒരു വർക്ക് കാണിക്കാം, എല്ലാവരും ശ്രദ്ധിക്കുക. ഞാനിവിടെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ബ്ലാക്ക് കളർ കൊടുത്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിന് ബ്ലാക്ക് കളർ കൊടുത്തിട്ടുണ്ട്. ടൈപ്പ് ചെയ്യണ ടൂൾ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, വെള്ള കളറിൽ ഞാൻ എൻ്റെ പേര് അല്ലെങ്കിൽ വേണ്ട വേറെ എന്തെങ്കിലും കൊടുത്തു, ഫയർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു, തീയ എന്നുള്ള രീതിയിൽ കൊടുത്തു. ഓക്കെ. ഇതിനെ ഫിൽറ്ററിൽ പോവാം. നമ്മൾ നേരത്തെ ചെയ്തിരുന്ന പോലെ തന്നെ ഇവിടെ സ്റ്റൈലൈസിൻ്റെ ഉള്ളിൽ വിൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻസ് ഉണ്ട്. വിൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, കാറ്റ് അല്ലേ? ഇങ്ങനെ വരുമ്പോൾ നമ്മളോട് ചോദിക്കും ഇത് ലെയർ ആക്കട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ ആന്ന് പറയാം, അതായത് രണ്ടാമത്തെ റാസ്റ്ററൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ ഒരു കാറ്റിൻ്റെ എഫക്റ്റ് ഫീൽ ചെയ്തുണ്ട് അതിന്. ക്ലിയർ ആണല്ലോ? ഫിൽറ്ററിൽ സ്റ്റൈലൈസിൻ്റെ ഉള്ളിൽ വിൻഡ് ഇട്ടാ. ക്ലിയർ ആണല്ലോ? ഇനി ഇതിനെ തന്നെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, കൺട്രോൾ ടി അടിച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ചിട്ടിട്ട് കൺട്രോൾ ടി അടിച്ച് റൊട്ടേറ്റ് ചെയ്തിട്ട് ഞാൻ വീണ്ടും കൺട്രോൾ ആൾട്ട് എഫ്, അതായത് ഒരു ഫിൽറ്ററും കൂടി അപ്ലൈ ചെയ്തു. അതിൽ കൺട്രോൾ ടി ഓർ പി സർ, അതായത് കൺട്രോൾ ടി ഫോർ ടൈഗർ. സർ വിൻഡിന്റെ എഫക്റ്റ് എവിടെയുള്ളത്? ഫിൽറ്ററിൻ്റെ ഉള്ളിൽ കാണിക്കാം, ഒന്നുകൂടി ശ്രദ്ധിക്കാം. ഫിൽറ്ററിൻ്റെ ഉള്ളിൽ സ്റ്റൈലൈസിൻ്റെ ഉള്ളിലാണ് വിൻഡ് എന്നിട്ടൊരു എഫക്റ്റ്. അത് കൊടുക്കുക, റാസ്റ്ററൈസ് ചെയ്യാം. ഓക്കെ. കൺട്രോൾ ടി അടിച്ചു, നമ്മൾ എന്ത് ചെയ്തു, കോർണറിൽ കൊടുന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റൊട്ടേഷൻ ചെയ്യാം. കണ്ടല്ലോ? എന്നിട്ട് അവസാനത്തെ ഫിൽറ്റർ കണ്ട, വീണ്ടും ഒന്നുകൂടി ഞാൻ കൊടുത്തോടെ. കണ്ടല്ലോ? വീണ്ടും ഞാൻ കൺട്രോൾ ടി അടിച്ചിട്ട് ഇതിനെ നേരെ ഇങ്ങനെ തിരിച്ചു നിർത്തി. ഇങ്ങനെ തിരിച്ചു നിർത്തിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇതിനെ ഞാനൊരു കൺട്രോൾ ആൾട്ട് എഫ് അടിച്ചു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലേക്ക് കണ്ട ആ ഫിൽറ്റർ അവിടെ ആക്റ്റീവായി. വീണ്ടും ഞാൻ എന്ത് ചെയ്തു, കൺട്രോൾ ടി അടിച്ച് റൊട്ടേഷൻ ചെയ്തു. ഇത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ എഫക്റ്റ് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. നമ്മൾ ചെയ്യുന്ന എഫക്റ്റ് ഇല്ലേ, ആ എഫക്റ്റ് 4 സൈഡിലേക്കും കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് കൺട്രോൾ ടി അടിച്ച് ചെയ്തത്. ഇനി എല്ലാവരും ശ്രദ്ധിക്കാം, ഇമേജിലെ മോഡ് ഇൻഡെക്സ്ഡ് കളറാക്കുക. ക്ലിയർ ആണല്ലോ? ഇമേജിലെ മോഡ് ഇൻഡെക്സ്ഡ് കളറാക്കുക. അതേപോലെ തന്നെ ഗ്രേ സ്കെയിൽ ആക്കണം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറൊന്നും കൊടുക്കാൻ പാടില്ല. പിന്നെ കളർ ടേബിൾ എന്നിട്ടൊരു ഭാഗം കാണാം. ഇൻഡെക്സ്ഡ് കളർ കൊടുത്താലാണ് പിന്നെ ചെയ്യാൻ പറ്റില്ല. ആദ്യം ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊടുക്കുക, പിന്നെ ഇൻഡെക്സ്ഡ് കളർ കൊടുക്കുക, പിന്നെ കളർ ടേബിൾ എന്നിട്ടൊരു ഭാഗമുണ്ട് ഇവിടെ. കണ്ടല്ലോ? അത് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ബ്ലാക്ക് ബോഡി എന്നുള്ളൊരു എഫക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. നിങ്ങൾ സർ ഒന്നും കൂടി ഫുള്ള് റിപ്പീറ്റ് ചെയ്യോ? തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ സാധാരണ രീതിയിൽ ടൈപ്പ് ചെയ്തു, അതെല്ലാവർക്കും മനസ്സിലായതല്ലേ? സാധാരണ ഒരു ടെക്സ്റ്റ് എടുത്ത് ടൈപ്പ് ചെയ്യാം. അതിൻ്റെ വിൻഡിന്റെ എല്ലാ ഭാഗം മനസ്സിലായി. ഓക്കെ. ഇതിൻ്റെ ഫിൽറ്ററിൽ പോവാം, സ്റ്റൈലൈസിൽ പോയിട്ട് വിൻഡ് എന്നുള്ളൊരു എഫക്റ്റ് ഇട്ടു, റാസ്റ്ററൈസ് ചെയ്തു, ഓക്കെ പറഞ്ഞു. ക്ലിയർ ആണല്ലോ? കൺട്രോൾ ടി അടിച്ചിട്ട് ഇതിനങ്ങോട്ട് തിരിച്ചു വയ്ക്കുക. ഓക്കെ. തിരിച്ചു വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഫിൽറ്ററിൽ പോയിട്ട് ലാസ്റ്റ് യൂസ് ചെയ്തിട്ടുള്ള ഫിൽറ്റർ, അതായത് വിൻഡ് തന്നെ ആൾട്ട് കൺട്രോൾ എഫ് ഒന്നുകൂടി കൊടുത്തു. അത് വേണമെങ്കിൽ ഒന്നുകൂടി കൊടുക്കാം കേട്ടോ, ഓരോ പ്രാവശ്യം എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. ഞാനിതിങ്ങനെ തിരിച്ച് നിർത്തി, എന്ത് ചെയ്തു, കൺട്രോൾ ആൾട്ട് എഫ് അടിച്ചു, വീണ്ടും തിരിച്ച് നിർത്തിയിട്ട് ഞാൻ എന്ത് ചെയ്തു, തിരിച്ച് നിർത്തിയിട്ട് കൺട്രോൾ ആൾട്ട് എഫ് യൂസ് ചെയ്തു. ക്ലിയർ ആണല്ലോ?
ഇനി കൺട്രോൾ ടി അടിച്ചിട്ട് ഞാനിതിന് ഈ ഡയറക്ഷനിൽ തിരിച്ച് നിർത്തി. ഓക്കെ, ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഇനി ശ്രദ്ധിക്കാം, ഇമേജിൽ മോഡ് ഗ്രേ സ്കെയിലാക്കുക ഫസ്റ്റ്. അപ്പോൾ നമ്മളോട് ഇതൊക്കെ കൂടി ഗ്രൂപ്പ് ആക്കട്ടെ എന്ന് ചോദിക്കും. ആക്കിയാലും കുഴപ്പമില്ല, ആക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഡോൺ ഫ്ലാറ്റൻ കൊടുത്തു. വീണ്ടും മോഡ് ഇൻഡെക്സ്ഡ് കളർ കൊടുത്തു. വീണ്ടും മോഡിൽ കളർ ടേബിൾ എന്നുള്ളൊരു ഓപ്ഷൻസ് പ്രസ് ചെയ്തിട്ട് ബ്ലാക്ക് ബോഡി എന്നുള്ളൊരു ഓപ്ഷൻസ് യൂസ് ചെയ്തു. കണ്ടല്ലോ, ഒരു ഫയറിൻ്റെ ഒരു എഫക്റ്റ് ഫീൽ ചെയ്ത് കണ്ടോ അതിലേ? മനസ്സിലായ? ക്ലിയർ ആണോ? ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതേപോലെ പല എഫക്റ്റുകളും നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു യൂട്യൂബ് ചാനലിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ലോഗോസൊക്കെയാണ് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കൊടുത്താൽ മതി. മനസ്സിലായല്ലോ? ഈ ഭാഗം മനസ്സിലായില്ലേ? ഈ ഭാഗം മനസ്സിലായില്ലേ? ഫിൽറ്ററിൻ്റെ ഉള്ളിൽ കുറേ എഫക്റ്റുകൾ, ഫിൽറ്ററിൻ്റെ ഉള്ളിലുള്ള എഫക്റ്റുകളും ഇമേജിൻ്റെ ഉള്ളിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളും നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, എഫക്റ്റ് കംപ്ലീറ്റ് ചെയ്തത് മോഡിൻ്റെ ഉള്ളിലാട്ടോ. മോഡ് എന്നുള്ളതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ എഫക്റ്റുകൾ കംപ്ലീറ്റ് ചെയ്തത്. ക്ലിയർ അല്ലേ? ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും സംശയങ്ങളുണ്ടോ? സാറേ, ബാലകൃഷ്ണൻ സാർ ക്ലിയർ ആണോ? ഇല്ല 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 ക്ലിയർ ആണല്ലോ അല്ലേ? ക്ലിയർ ആണ്, ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ. ഫാത്തിമ, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. എന്തായാലും ഞാൻ ഈ റെക്കോർഡിൻ്റെ ലിങ്ക് ഞാൻ അയക്കാം. എന്നാലും ആർക്കെങ്കിലും ഇപ്പോൾ പറഞ്ഞതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിച്ചോളൂ, ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ഈ ഭാഗം ക്ലിയർ ആയല്ലോ? ഈ എഫക്റ്റ് മനസ്സിലായല്ലോ? ഇതേപോലെ നമുക്ക് പല പല എഫക്റ്റുകളും ഡിസൈൻ ചെയ്യാൻ പറ്റും. പല പല എഫക്റ്റുകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റും. അതൊക്കെ നമ്മളിങ്ങനെ ഇരുന്ന് ഓരോ സ്ഥലങ്ങളിലൊക്കെ ഇരുന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വർക്കുകളെ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. വേറൊരു ചെറിയൊരു വർക്കും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. എല്ലാവരും ശ്രദ്ധിക്കാം. എനിക്കൊരു ലോഗോ ക്രിയേറ്റ് ചെയ്യണം. ലോഗോ ക്രിയേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ? എന്താ? ഒരു കമ്പനീൻ്റെയോ എന്തിനോ ലോഗോ. ലോഗോസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അല്ലേ? അപ്പോൾ ഞാനൊരു എക്സാമ്പിളായിട്ട് പറയുകയാണ്. ഇവിടെ നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞു ജെ എന്നുള്ള ഒരു പേര് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ അതിൻ്റെ ഫോണ്ടൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ലെറ്റർ സ്റ്റൈലാണ് മാറ്റിയിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് ഒരു എസ് എന്നുള്ള ഒരു ഫോർമാറ്റാണ്. ഇത് വെറുതെ ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയൊരു വർക്കുണ്ടാവും. നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ ഐഡിയയിൽ നിങ്ങളിത് ഡിസൈൻ ചെയ്യണം. ഞാനിപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം പറയുന്നൊരു വർക്കാണ്. ഞാനിവിടെ 2 കളർ കൊടുത്തിട്ടുണ്ട്. ഒരു ചുവപ്പും കൊടുത്തിട്ടുണ്ട്, ഒരു മഞ്ഞയും കൊടുത്തിട്ടുണ്ട്, ഒരു മഞ്ഞ കളറും കൊടുത്തിട്ടുണ്ട്. എനിക്ക് ശ്രദ്ധിക്കാം, ഈ ടെക്സ്റ്റ് എല്ലാവർക്കും കാണാമല്ലോ അല്ലേ? എനിക്കിതൊരു കുളത്തിൽ നിൽക്കണ പോലത്തെ ഒരു ഫീലിംഗ് വരണം. മനസ്സിലായ? ആ എസിന്റെ മേലെ കൂടെ അല്ലെങ്കിൽ ജേര ഉള്ളു ഹാങ്ങിങ് ആയ ഒരു സ്റ്റൈൽ. അതെ അതെ. ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഐഡിയ? ഇപ്പം ഇത് ഒരു കാര്യം ശ്രദ്ധിക്കാം, നമ്മൾ ഈ ലെയർ ഇങ്ങോട്ട് മേലേക്ക് എടുത്തിട്ട് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ജെ മേലെ വന്നു, അടിയിലേക്ക് എടുത്തിട്ട് കഴിഞ്ഞാൽ ജെ അടിയിൽ വന്നു. അതല്ല എൻ്റെ ഉദ്ദേശം. എൻ്റെ ഉദ്ദേശം ഈ ജെ ഇങ്ങനെ വന്നിട്ട് ഇതുവരെ ഇങ്ങനെ അടിയിലേക്ക് വന്നിട്ട് ഈ ഇതിൻ്റെ ഉള്ളിൽ കൂടെ അത് കൊളത്തിട്ട് വരണം. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഐഡിയ തോന്നുന്നുണ്ടോ? ശ്രദ്ധിക്കാം, വളരെ സിമ്പിളാണ്. ചിന്തിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടാവുന്ന കേസാണ്. എനിക്ക് ഏത് ഭാഗമാണ് മേലേക്ക് വരേണ്ടത്? ജെൻ്റെ ഈ ഭാഗം ആണല്ലോ. ഈ കാണുന്ന സെലക്ഷൻ്റെ ഉള്ളിലുള്ള ജെ എന്നുള്ള ഭാഗം മേലെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ വർക്കായി ആയല്ലോ. നമ്മൾ എന്താ ചെയ്യാന്നറിയോ? കൺട്രോൾ സി പഠിച്ചതല്ലേ നിങ്ങൾ കോപ്പി ചെയ്യാനുള്ളത്? കൺട്രോൾ വിയും നിങ്ങൾ പഠിച്ചതല്ലേ? ഒരു കഷ്ണം ജേര, ഒരു കഷ്ണം ശ്രദ്ധിക്കുക, ജേര ഒരു കഷ്ണം ഇവിടെ വന്നത് കണ്ടോ നിങ്ങൾ? നോക്കൂ, ജേര
ഒരു കഷ്ണം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുക, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, കണ്ടോ, ഒരു കഷ്ണം ചേര ഇവിടെ വന്നിട്ടുണ്ട്, കണ്ടല്ലോ. ആ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള കോപ്പി ചെയ്തിട്ടുള്ള ഭാഗം അവിടെ വന്നിട്ടുണ്ട്. അത് ക്ലിയർ അല്ലേ? അതിനെ നിങ്ങൾക്ക് ഈ ലെയറിൻ്റെ മേലേക്ക് എടുത്തിട്ടൂടെ? ഈ ലെയറിൻ്റെ മേലേക്കാണ്ട് എടുത്തിട്ടൂടെ ഫയല്? നോക്കിയേ, ഫസ്റ്റ് അതിനെ കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്യല്ല, കോപ്പി ചെയ്യുക. ഏത് ഭാഗമാണോ നമുക്ക് ഫ്രണ്ടിലേക്ക് വരേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഔട്ട്പുട്ടേ കാണണ്ടോ. നമ്മളിത് എങ്ങനെ ചെയ്തു എന്നുള്ളതൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, ഇല്ലല്ലോ. നമുക്കിത് കാണുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും അത് കുളത്തിൽ നിൽക്കണ പോലത്തെ ഒരു ഫീലിംഗ് വരണം. സംഭവം മനസ്സിലായല്ലോ? ഇവിടെ നിങ്ങൾക്ക് കൊടുത്തൂടെ? ഇപ്പോൾ സംഭവം മനസ്സിലായ? ഇതാണ് ലോഗോ ക്രിയേഷൻസ്. നിങ്ങൾക്ക് ഓരോ ലോഗോസുകളും നമ്മൾ എങ്ങനെയാണോ സെറ്റ് ചെയ്യുന്നത്, അത് നമ്മുടെ തീം എന്താണോ അല്ലെങ്കിൽ നമ്മുടെ ഐഡിയ എന്താണോ ആ ഐഡിയയ്ക്ക് അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നല്ല രീതിയിൽ വർക്കുകളെ ഡിസൈൻ ചെയ്യാനായിട്ട്. ഇതിപ്പോൾ ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഏത് എഫക്റ്റ് വേണമെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഏത് എഫക്റ്റുകൾ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനെ കൊടുക്കാനായിട്ട് പറ്റും. നിങ്ങൾ പല ചാനലുകളുടെ ലോഗോസുകളൊക്കെ കണ്ടിട്ടില്ലേ? വളരെ സിമ്പിളായിരിക്കും എന്നാലാ നല്ല രീതിയിൽ നമുക്ക് ആ ലോഗോസുകളെ വർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, നമ്മളിവിടെ വെറുതെ ഒരു JK ക്രിയേഷൻസ് എന്നുള്ള പേരിലുള്ള ഒരു ഫോട്ടോസ് കൊടുക്കുന്നു മാത്രം. ശ്രദ്ധിക്കൂ, നിങ്ങൾ സിനിമ കാണുന്ന ആൾക്കാരാണെന്ന് വിചാരിക്കുന്നു അല്ലേ? ഇത് നോക്കി, നിങ്ങൾ സിനിമ കാണുന്ന ആൾക്കാരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ലാൽ ജോസിൻ്റെ ഒരു ലോഗോ ആണ്, കണ്ടോ? ലാൽ ജോസ് ഫിലിമിൻ്റെ ഒരു ലോഗോ ആണത്. ആ ലോഗോയിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. ഒരു എല്ലിങ്ങനെ തിരിച്ചിട്ടുള്ളൂ. സംഭവം മനസ്സിലായോ? ലാൽ ജോസ് ഫിലിംസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള കമ്പനിയുടെ ലോഗോ ആണ്. ഇതേപോലെ ലോഗോസുകൾ നമുക്ക് കണ്ടമാന ലോഗോസുകൾ വരും. നമ്മൾ കുറേ സമയം മെനക്കെട്ടിരുന്നിട്ട് വേണം ചെയ്യാനായിട്ട്. അതായത് ആ ലോഗോ എന്ന് പറഞ്ഞാൽ എന്താ, അതിൽ നമ്മുടെ ആ പേരിന് സാമ്യമായിരിക്കണം, നമ്മൾ ചെയ്യുന്ന വർക്കിന് സാമ്യമായിരിക്കണം. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ആ ലോഗോയിൽ ഉൾപ്പെടുത്തണം. അതാണ് ലോഗോ എന്ന് പറയുന്നത് അല്ലേ? ഇപ്പം നമ്മുടെ ഒരു യൂട്യൂബിൻ്റെ ചാനലിൽ ഒരു ലോഗോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ലോഗോസ് ആയിരിക്കണം അതിനുണ്ടാവുന്നത് അല്ലേ? മനസ്സിലായല്ലോ? എന്തുകൊണ്ടാണ് ഇതിനിപ്പോൾ ലാൽ ജോസ് പ്രൈവറ്റ് ലിമിറ്റഡ് അല്ലെങ്കിൽ ഞാൻ നേരത്തെ ചെയ്തു തരുന്ന പോലെ JS? സംഭവം മനസ്സിലായ? ഇതൊക്കെ ലോഗോസുകളാണ്. സംഭവം മനസ്സിലായ? ക്ലിയർ അല്ലേ? ഇതേപോലെ നിങ്ങൾക്കിപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഗൂഗിളിൽ നിങ്ങൾ ലോഗോ ഒന്ന് ഡിസൈൻ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും. കണ്ടമാന ലോഗോസ് കണ്ടാ? ക്ലിയർ ആണല്ലോ? ഇതൊക്കെ ഓരോരുത്തർ ചെയ്യുന്ന ലോഗോസുകളാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഞാനൊരു ഇതും കൂടി പറയാം. നമ്മുടെ കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ ലോഗോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഈ ലോഗോ കണ്ടോ നിങ്ങൾ? വെറുതെ ഒരു ഇലങ്ങനെ 2 ഇലങ്ങനെ മറച്ചിട്ടുള്ള ഒരു എഫക്റ്റാണ്. ഈ ലോഗോ ചെയ്തവർക്കൊക്കെ നല്ല എമൗണ്ടുകൾ കിട്ടിയിട്ടുണ്ടായിരിക്കും. മനസ്സിലായോ? ഇവരൊക്കെ ഫേമസ് ആയതല്ലേ? ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് മനസ്സിലായ? അപ്പോൾ ലോഗോ ഡിസൈൻ ഫോട്ടോഷോപ്പിൽ ഇപ്പോൾ നമുക്ക് ഒരു ലോഗോ ഡിസൈൻ ചെയ്യണം, നമ്മുടെ ചാനലിന് ഒരു ലോഗോ ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ടുള്ള തീം വർക്ക് ചെയ്ത് അതിനനുസരിച്ചിട്ടുള്ള ഒരു ലോഗോസ് ഡിസൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കും. ക്ലിയർ അല്ലേ? അതിന് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വർക്കായിട്ട് ഇങ്ങനെ JS ക്രിയേഷൻസ് എന്നിട്ട് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കിപ്പോൾ അത് വേറെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഇതിന്റെ ഉള്ളിൽ സർക്കിളൊക്കെ ക്രിയേറ്റ് ആയാലേ? പിന്നെന്താ ക്രിയേറ്റ് ചെയ്തുകൂടെ? ഇപ്പോൾ ഞാനിതാ ഇങ്ങനൊരു ബോക്സ് വരച്ചു. ഇപ്പോൾ നീ ചോദിച്ച കാരണം നമ്മൾ ചെയ്യുന്നതാണ്. ഇങ്ങനെ വരച്ചു, ഞാൻ അതിനൊരു വെള്ള കളർ കൊടുത്തു, പുതിയൊരു ലെയർ എടുത്തു, ഒരു വെള്ള കളർ കൊടുത്തു, അതിനതിൻ്റെ അടിയിലേക്ക് ഇട്ടു, ആ ലെയറിനെ അതിൻ്റെ അടിയിലേക്ക് ഇടുക. ക്ലിയർ ആണല്ലോ? മനസ്സിലായ? ഇനിയുള്ള കളറ്
വേറെ ഏതെങ്കിലും ഒരു കളറാണെന്ന് വിചാരിക്കുക. സർ ഒരു ലെയറിനെ താഴോട്ട് മേലോട്ട് എങ്ങനെയാ ഇത് ചെയ്യാ? ആൾട്ട് ഷിഫ്റ്റ് ബാക്ക് സ്പേസ് പിടിച്ചാൽ കോപ്പി കിട്ടും. സോറി, ആൾട്ട് ഷിഫ്റ്റ് പിടിച്ചിട്ട് ആരോ ടൂളിലോട്ട് മൂവ് ചെയ്താൽ മതി. ഓക്കെ, ക്ലിയർ ആണല്ലോ? ആൾട്ട് ഷിഫ്റ്റ് അമർത്തി പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, അത് മൂവ് ചെയ്താൽ മതി. ഇപ്പോൾ ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. സംഭവം മനസ്സിലായ? ക്ലിയർ ആണല്ലോ? ഇതേപോലെ നിങ്ങൾക്ക് നമ്മുടെ കമ്പനികൾക്ക് ആവശ്യമായിട്ടുള്ള ലോഗോസുകൾ നല്ല രീതിയിൽ തന്നെ ലോഗോസുകളെ ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിപ്പോൾ വേറെ ആരും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ഇതിപ്പോൾ ഞാൻ മാത്രം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലോഗോ ആണ്. ഇത് എൻ്റെ ലോഗോ ആണ്. മനസ്സിലായ? ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാം. ഇങ്ങനെ നമ്മൾ ലോഗോ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഫിൽറ്റേഴ്സുകൾക്ക് വളരെയധികം എഫക്റ്റുകൾ കൊടുക്കാനായിട്ട് പറ്റും. അത് സിമ്പിൾ ലോഗോ അല്ലാതെ കുറച്ച് അഡ്വാൻസ് ഒക്കെ ആയിട്ട് ചെയ്യുമ്പോൾ കേട്ടോ, നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ ഈ ജെ എന്ന് തന്നെ ടൈപ്പ് ചെയ്തു. എല്ലാവരും ശ്രദ്ധിക്കട്ടോ. ഞാനിവിടെ നിന്നൊരു ഫോണ്ടൊക്കെ കൊടുത്തു, വലുതാക്കി. വലുതാക്കിയതിന് ശേഷം മേജിക് ബൗണ്ട് ടൂൾ കൊണ്ട് ഞാൻ ക്ലിക്ക് ചെയ്തു. ഞാൻ ബ്രഷ് ടൂൾ എടുത്തു. കുറച്ച് കളേഴ്സുകൾ, പുതിയ ലെയറൊക്കെ എടുത്തിട്ട് കുറച്ച് കളേഴ്സ്, കുറച്ച് പച്ച കളേഴ്സ് കണ്ട, കുറച്ച് മഞ്ഞ കളേഴ്സ്, കുറച്ച് ചുവപ്പ്, റോസ്, ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ കളേഴ്സൊക്കെ മിക്സ് ചെയ്ത് കൊടുത്തു. ഞാൻ പറയണത് ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ? ഡൗട്ടൊന്നുമില്ലല്ലോ? മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ ഞാൻ പറയണത്? ഇതൊക്കെ കൊടുത്തുട്ടാ. ഇതൊക്കെ കൊടുത്തിട്ട് വേണമെങ്കിൽ എനിക്കിതിനെ ഫിൽറ്ററിൽ പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഫക്റ്റുകളൊക്കെ കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ റിപ്പിൾ കൊടുത്തു. കണ്ട സംഭവം മനസ്സിലായ? വളരെ സിമ്പിളായിട്ടൊരു എഫക്റ്റ് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുത്താണ്. ഇപ്പം നമുക്ക് ഈ ഭാഗം വേണ്ടാന്ന് വിചാരിക്കാം. ഈ ഭാഗം ഞാൻ ഡിലീറ്റ് ചെയ്തു വിട്ടാം. ശ്രദ്ധിക്കുക, നമ്മൾ ഈ കഷ്ണങ്ങളൊക്കെ ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഈ കഷ്ണങ്ങളൊക്കെ ഞാൻ അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്തു. ഇവിടെ മാത്രം എനിക്കൊരു കറക്റ്റ് ബോക്സ് വേണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ബോക്സ് ഇവിടെ വരയ്ക്കും. പുതിയൊരു ലെയർ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു പ്രത്യേക കളർ മാത്രം ഞാൻ അവിടെ കൊടുത്തു. മനസ്സിലായ? ഒരു എഫക്റ്റ് വന്നതുണ്ടോ നിങ്ങൾ? ഇനി ഇതേപോലെ തന്നെ നിങ്ങൾക്ക് എസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എസ് കൊടുക്കാം. ടൈപ്പിന് ടൂൾ എടുത്തു, ക്ലിക്ക് ചെയ്തു, എസ് അടിച്ചു. ഇതേപോലെ ഞാൻ ടെക്സ്റ്റൊക്കെ ക്രിയേറ്റ് ചെയ്തു. നേരത്തെ ചെയ്തിരുന്ന പോലെ ഇതെങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, ഞാൻ നേരത്തെ ചെയ്തിരുന്ന പോലെ തന്നെ മേജിക് വാണ്ട് ടൂൾ കൊണ്ട് ക്ലിക്ക് ചെയ്തു, പുതിയൊരു ലെയർ എടുത്തു. ഞാൻ എന്ത് ചെയ്യാണ്, ബ്രഷ് ടൂൾ കൊണ്ട് ശ്രദ്ധിക്കുക, ഞാനിവിടെ ഒരു കരിനീല കളർ കൊടുത്തു. നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കട്ടോ, ഞാനിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ വർക്കിലേക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ ആ കളർ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. നോക്കൂ, ഈ വർക്കൊക്കെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ വെച്ചു. ഞാൻ നേരത്തെ ചെയ്തിരുന്ന പോലെ ശ്രദ്ധിക്കുക, നേരത്തെ ചെയ്തിരുന്ന പോലെ ഫിൽറ്ററിൽ പോയി ഒരു റിപ്പിൾ കൊടുത്തു. ക്ലിയർ ആണല്ലോ? ഓക്കെ, സംഭവം മനസ്സിലായ? ഇതും ഒരു ലോഗോ തന്നെയാണ്. സംഭവം മനസ്സിലായ? അപ്പം നമ്മൾ ചെയ്യണ ലോഗോസുകൾ എന്ത് ചെയ്യാണ്, ഇവിടെ ഞാൻ പറയുകയാണ് ഇപ്പോൾ JS എന്ന് എഴുതിയിട്ട് ഞാനിപ്പോൾ ഇവിടെ നേരത്തെ ചെയ്തിരുന്ന പോലെ തന്നെ ക്രിയേഷൻസ് കൊടുത്തു.
ഇതിനെ നിങ്ങൾക്ക് ആർച്ച് വളയ്ക്കണമെങ്കിൽ വളയ്ക്കുകയൊക്കെ ചെയ്യാട്ടോ. ക്ലിയർ ആണല്ലോ? ഇത് സൂം ഔട്ട് ചെയ്താൽ ക്ലിയർ ഔട്ടാണ്. ഞാൻ ചെറിയ പിക്സൽസ് കുറവുള്ള പേജിൽ ചെയ്തതുകൊണ്ടാണ് ഒരു വിറയൽ ഫീൽ ചെയ്യുന്നത്. സർ ആ കർവ് ഇതൊന്നും കൂടി കാണിച്ചു തരുമോ? ക്രിയേഷൻസ് കർവ് കാണിക്കാം. ഞാനിപ്പോൾ ഒരു റൗണ്ട് വരച്ചിട്ടുണ്ട് ഇവിടെ. ഇപ്പോൾ കാണിക്കാം കേട്ടോ, വർക്ക് മുഴുവനായിട്ട് കാണിക്കാം. ഞാനിവിടെ ഒരു റൗണ്ട് വരച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യണം? പുതിയൊരു ലെയർ എടുത്തു. എഡിറ്റിലെ സ്ട്രോക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻസ് ഉണ്ട്. സ്ട്രോക്ക് ക്ലിയർ ആണല്ലോ? ഞാനൊരു 5% സ്ട്രോക്കും കൊടുത്തു. ഈ ബാക്കിയുള്ള ഭാഗമൊക്കെ ഞാനത് ഡിലീറ്റ് ചെയ്യും. ആ ലെയറിൻ്റെ ബാക്കിയുള്ള ഭാഗമൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യും. മനസ്സിലായ? ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് മനസ്സിലായ നിങ്ങൾക്ക്? അത് മാത്രം ഒരു പർട്ടിക്കുലർ ലെയറിലല്ലേ നമ്മൾ ചെയ്തത്, അതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്യാം. ഞാൻ ഒന്നുകൂടി കാണിക്കാം. അപ്പോൾ ഈ പറഞ്ഞ 2 കാര്യങ്ങൾ നമ്മൾ കാണിക്കാം. ഒന്ന്, ഒരു റൗണ്ട് എടുത്ത് വരച്ചു. ഓക്കെ, പുതിയൊരു ലെയർ എടുത്തു. എഡിറ്റിൽ സ്ട്രോക്ക്, അതായത് അതിൻ്റെ ഉള്ളിൽ കളർ വേണ്ട, ചുറ്റുഭാഗത്ത് മാത്രം കളർ മതി. ക്ലിയർ ആണല്ലോ? ഈ ഭാഗം മനസ്സിലായല്ലോ? എന്നിട്ട് അതിൻ്റെ കളർ ഏതാ വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കളർ കൊടുക്കാം. ഒപ്പം തന്നെ അതിൻ്റെ സ്ട്രോക്കിൻ്റെ പോയിന്റ് എത്ര തിക്നെസ് വേണം കണ്ട? ക്ലിയർ ആണല്ലോ? 15 തിക്നെസ് കൊടുത്തു. ഇനി നമുക്ക് ഇത്രയും ഭാഗം ഡിലീറ്റ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ ആ ലെയറിൻ്റെ അത്രയും ഭാഗം ഡിലീറ്റ് ചെയ്തുകൂടെ? വെറുതെ ഡിലീറ്റ് കീ അടിച്ചാൽ മതി. സംഭവം മനസ്സിലായില്ലേ? സർ എന്നിട്ട് അത് കർവ് ഒന്നും പഠിപ്പിച്ചിരുന്നു. ഓക്കെ, കർവ് ചെയ്യാനായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യാം. എന്താണോ നമ്മൾ ടൈപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്യാം. ടെക്സ്റ്റ് ടൂളിൻ്റെ പ്രോപ്പർട്ടീസിൽ, അതായത് കളർ കൊടുക്കണതിൻ്റെ മേലെയായിട്ട് കാണാം ഒരു റൗണ്ട് പോലെ ആർച്ച് റാപ്പ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻസ് കാണാം. കണ്ടല്ലോ? അതിൽ കർവ് ചെയ്യാം. ആർച്ചാണെങ്കിൽ ആർച്ച്, അതിൽ ഓവറാക്കണമെങ്കിൽ ഓവറാക്കാം. കണ്ടല്ലോ? സംഭവം മനസ്സിലായ? ക്ലിയർ ആണല്ലോ? ക്ലിയർ. ഓക്കെ, ഇങ്ങനെ നമുക്ക് ലോഗോസുകളെ ഡിസൈൻ ചെയ്യാം. നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ലോഗോസ് ചില കമ്പനിക്കാർക്കൊക്കെ ഓക്കെയാണ്, അല്ലെങ്കിൽ അവരുടെ വർക്കിനോടൊക്കെ സാമ്യമാണെന്നുണ്ടെങ്കിൽ ഒക്കെ നമ്മൾ രക്ഷപ്പെടും കേട്ടോ. കാരണം ഈ നല്ല നല്ല ലോഗോസുകൾക്കൊക്കെ നല്ലൊരു എമൗണ്ട് തന്നെ അവർ ചിലവഴിക്കും കമ്പനിയുടെ. ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് മനസ്സിലായില്ലേ? ഇതേപോലെ പിക്ചർ വെച്ചിട്ട് ലോഗോ ചെയ്യാൻ ചെയ്യാം. തീർച്ചയായിട്ടും പിക്ചർ വെച്ചിട്ട് ചെയ്യാം. അതേപോലെ തന്നെ ഒരു പർട്ടിക്കുലർ ഷേപ്പ് വെച്ചിട്ട് ചെയ്യാം. മനസ്സിലായ? ഒരു പർട്ടിക്കുലർ ഷേപ്പൊക്കെ ഡിസൈൻ ചെയ്തിട്ട് ചെയ്യാം. അതായത് ഇപ്പോൾ ഇവിടുത്തെ ടൂൾ കണ്ടില്ലേ നിങ്ങൾ? പോളിഗൺ ടൂളൊക്കെ വെച്ചിട്ട് നോക്കിയൊക്കെ ഇങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്യാം. സംഭവം മനസ്സിലായ? പിക്ചർ വെച്ച് ചെയ്യുന്ന കാണിച്ചു തരുമോ? പിക്ചർ നമ്മൾ സാധാരണ ഏത് ഫോട്ടോസാണോ വെക്കാൻ ഉദ്ദേശിക്കുന്നത്, പിക്ചറുകൾ മീൻസ് ഉദ്ദേശിക്കുന്നത് വെക്ടർ മോഡലുകൾ എടുക്കാൻ പാടുള്ളൂ കേട്ടോ. പിക്ചറുകൾ ലോഗോസുകളിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യില്ല. വെക്ടർ മോഡലുകളില്ലേ, അതായത് ഇപ്പോൾ വെറും ഔട്ട്ലൈനുകൾ, ലൈനുകൾ, ഇതിപ്പോൾ ഒരു വെക്ടറാണ്. സർ, ഈ ഈഗിളിന്റെ ഒക്കെ ഫോട്ടോ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നില്ല ഒരു ലോഗോസ് ഒക്കെ? അതെ, അത് നമുക്ക് ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്താൽ കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ലോഗോസ് വേണമെന്ന് തന്നെ വിചാരിക്കാം, ഏതെങ്കിലും ഒരു പക്ഷിയുടെ ലോഗോസ് വേണമെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ PNG ഫയലിൽ നിന്ന് അടിച്ചാൽ മതി. BIRDS ബേഡ്സ് PNG എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത, കണ്ടില്ലേ? ക്ലിയർ ആണല്ലോ?
അപ്പോൾ എനിക്ക് ഇത് വെച്ചിട്ട് വേണമെന്ന് വിചാരിക്കാം, ഈ ലോഗോ വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ സേവ് ചെയ്യുക. ഇതിനെ വെച്ച് ഞാൻ സേവ് ചെയ്തു. ഇപ്പോൾ ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, നമുക്കിവിടെ ആ ഫോട്ടോസ് ഓപ്പൺ ചെയ്യുക. ആ ഫോട്ടോസ് ഞാനിവിടെ ഓപ്പൺ ചെയ്തു. നമ്മുടെ പേജിലേക്ക് വലിച്ചിട്ടു. ഒരു കളറൊക്കെ വേണമെങ്കിൽ ആൾട്ട് ഷിഫ്റ്റ് ബാക്ക് സ്പേസ് അറിയാലോ. ഒരു ലെയറിന് മാത്രം കളർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആൾട്ട് ഷിഫ്റ്റ് ബാക്ക് സ്പേസ് കൊടുത്തു. കണ്ടോ? ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. സംഭവം മനസ്സിലായ? ക്ലിയർ ആണല്ലോ? ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് മനസ്സിലായ? ഇതിൽ നമ്മൾ പുതിയ ലെയറൊക്കെ കൊടുത്ത് അതിന് കളറൊക്കെ കൊടുത്തിട്ട് കണ്ടോ? ക്ലിയർ ആണല്ലോ? ഇങ്ങനെ നിങ്ങൾക്ക് പിക്ചറുകളൊക്കെ വെച്ച് ലോഗോസുകൾ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട്. ഈ പറഞ്ഞ ഭാഗം മനസ്സിലായില്ലേ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലോഗോ ഡിസൈനിങ് നമുക്ക് ആവശ്യം വരും. കാരണം വെച്ചാൽ നമ്മുടെ യൂട്യൂബ് ചാനലുകൾക്ക് നമുക്ക് തന്നെ ഒരു പേര് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ തന്നെ സ്വന്തമായിട്ടൊരു ലോഗോ ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. കണ്ടല്ലോ? മനസ്സിലായല്ലോ? ഇതാണിപ്പോൾ നമ്മുടെ ലോഗോസ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ലോഗോസുകളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ലോഗോ ക്രിയേഷൻസുകൾ വളരെയധികം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എങ്ങനെ വർക്ക് ചെയ്യാതിരിക്കുന്നു അതിനനുസരിച്ചിരിക്കും, നമ്മുടെ വർക്കിൻ്റെ മൂഡിനനുസരിച്ചിരിക്കും നമ്മുടെ ഓരോ ലോഗോസുകളും ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു വീടിൻ്റെ ലോഗോ, ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു ലോഗോ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യണ്ട, വളരെ സിമ്പിളായിട്ടൊക്കെ നമുക്ക് ലോഗോസുകൾ ഉണ്ടാക്കാം. ഇപ്പോൾ ഒരു ബിൽഡേഴ്സിൻ്റെ ലോഗോസാണ് ഉണ്ടാക്കണമെന്ന് വിചാരിക്കാം. ഓക്കെ, നോക്കി നിങ്ങൾ നമ്മൾ ഏത് ഷേപ്പിലേക്ക് കളർ എടുക്കുമ്പോൾ അത് ക്ലോസ്ഡ് ഫിഗർ ആയിരിക്കണം അല്ലേ? ആണോ? വേണം. മനസ്സിലായ? സർ ഇപ്പൊ സർ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്താ ആൾട്ട് അമർത്തി പിടിച്ച് വലിച്ചാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കോപ്പി കിട്ടാനായിട്ട് ആൾട്ട് കീ അമർത്തി പിടിച്ചിട്ട് നമുക്ക് വലിച്ചാൽ മതി. ക്ലിയർ ആണല്ലോ? ആൾട്ട് കീ അമർത്തി പിടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, അതിനെ വലിച്ചു കഴിഞ്ഞാൽ കോപ്പി കിട്ടും. മനസ്സിലായില്ലേ? ഇപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യം മനസ്സിലായില്ലേ? ഞാനിതിലൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു ഷേപ്പ് എടുത്തൊരു ബിൽഡിങ്ങിൻ്റെ ഒരു ഷേപ്പ് മാത്രം ഡിസൈൻ ചെയ്ത് അതിനൊരു പർട്ടിക്കുലർ കളർ കൊടുത്തു. നോക്കൂ, ഞാനിവിടെ അതിന് ആ ഹെഡിങ് കൂടി നമുക്കിവിടെ വരുത്തണം, അപ്പോഴാണ് അതിൻ്റെ പ്രാധാന്യം വരുന്നത്. ഇപ്പോൾ മനസ്സിലായ? നിങ്ങളൊക്കെ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇതേപോലത്തെ വർക്കുകൾ, ലോഗോസുകളൊക്കെ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതേപോലെ നമുക്ക് ലോഗോസുകൾ എങ്ങനെ ഷേപ്പുകളൊക്കെ വെച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും ലോഗോസുകളൊക്കെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ?
അപ്പോൾ 4-5 ലോഗോസുകൾ നമ്മൾ ഡിസൈൻ ചെയ്തു. ഇതേപോലെ നമുക്ക് നല്ല നല്ല ലോഗോസുകളൊക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റണം. അതായത് കുറച്ച് സമയം ഇരിക്കണം, നമ്മൾ അതിനായിട്ട് ഉപയോഗിക്കുന്ന കുറേ വർക്കുകൾ ശ്രമിക്കണം, അതിൻ്റെ ഐഡിയയ്ക്ക് അനുസരിച്ച് നമ്മളൊരു എഫക്റ്റുകൾ ഉണ്ടാക്കി കൊടുക്കണം. മനസ്സിലായില്ലേ? ഓക്കെ. ആർക്കെങ്കിലും സംശയങ്ങളുണ്ടോ? ഈ പറഞ്ഞതിൽ ആർക്കെങ്കിലും സംശയങ്ങളുണ്ടോ? ശ്രീനു, അനുരാഗ്, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? മുഹമ്മദ് അസ്ഹൻ ക്ലിയർ ആണല്ലോ? സാറേ ക്ലിയർ ആണല്ലോ? ബാലകൃഷ്ണൻ സാർ ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതേപോലെ നമുക്ക് ലോഗോസുകൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ലോഗോസുകളെ ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. ഇനി നമ്മൾ ഒരു വർക്കും കൂടി നമ്മൾ ഇന്നതിൽ പറയുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാം. ഫെദർ എന്ന് പറഞ്ഞിട്ടൊരു ഫെദർ എന്താണ് ഫെദർ? എന്താണ് ഫെദർ? കേട്ടിട്ടുണ്ടോ? ഫെദർ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? എന്താണ്? തൂവൽ അല്ലേ? തൂവൽ. ഓക്കെ. ഞാനിപ്പോൾ ഇവിടെ ഒരു 1280 പിക്സൽസിലും 1280 പിക്സൽസിലും റെസൊല്യൂഷൻ 72 ഞാനൊരു പേജ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനായിട്ട് ഞാനൊരു ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്യാൻ പോവാണ്. ഒരു കുറച്ച് ഹൊറർ ബാക്ക്ഗ്രൗണ്ട് ഓക്കെ. അപ്പോൾ ഈ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യാണ്? ഈ ഫോട്ടോസ് ഒന്ന് ഞാൻ സേവ് ചെയ്യാണ്. ഞാൻ എൻ്റെ ഡെസ്ക്ടോപ്പിലേക്ക് ഡെസ്ക്ടോപ്പിൽ ആ ഫയൽ വന്നിട്ടുണ്ട്. ഞാൻ ആ ഫോട്ടോസിനെ ഓപ്പൺ ചെയ്യാണ്. ഓക്കെ. ഇതിലേക്ക് ഞാൻ എൻ്റെ ഇപ്പോൾ ഞാൻ ആ മഞ്ജു വാര്യരുടെ ഫോട്ടോസ് കൊണ്ടുവരാം. അപ്പോൾ അതിന് ചേർന്ന ഫോട്ടോസൊന്നല്ല, പക്ഷെ എന്നാലും ഞാനത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ആ ഫോട്ടോസിനെ കൊണ്ടുവരികയാണ്. ചിരിച്ചിരിക്കുന്ന ഫോട്ടോസായ കാരണം നമുക്ക് ആ ഫോട്ടോ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. എന്നാലും അതിൻ്റെ എഫക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു? ഇതിനെ നമ്മുടെ പേജിലേക്ക് കൊടുന്നു. ഓക്കെ. എല്ലാവരും ശ്രദ്ധിക്കാം. ഞാൻ അതിനെ വലുതാക്കി. ആ പിക്ചറിനനുസരിച്ച് വലുതാക്കാം. ഇനി ചെയ്യണ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേട്ടാ. ഫെദർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻസ് ഉണ്ട്. ഫെദർ അതായത് ഞാനിവിടെ ലേസർ ടൂൾ എടുത്തിട്ട് ഞാനിപ്പോൾ ഏകദേശം മഞ്ജു വാര്യരുടെ മുഖത്തിൻ്റെ ഭാഗം മാത്രമായിട്ട് ഞാനിവിടെ ഇങ്ങനെ സെലക്ഷൻ ചെയ്യും. ഇത് ക്ലിയർ ആണല്ലോ? ഇതുവരെ മനസ്സിലായല്ലോ? ഫോട്ടോസ് വലിച്ചിട്ടു, നമ്മൾ സെലക്ഷൻ ചെയ്തു. ഇനി ശ്രദ്ധിക്കുക, സെലക്റ്റിൽ ഫെദർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻസ് ഉണ്ട്. മോഡിഫൈയുടെ ഫെദർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻസ് ഉണ്ട്. കണ്ടല്ലോ? സെലക്റ്റിൽ മോഡിഫൈയുടെ ഉള്ളിൽ ഫെദർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻസ് ഉണ്ട്. ഫെദർ ഞാൻ എന്ത് ചെയ്തു? ഒരു 100 കൊടുക്കും. കുറച്ചുകൂടി കൊടുക്കാം. അതിന് പുതിയ വേർഷൻസിൽ ഷിഫ്റ്റ് F6 അടിച്ചാൽ മതിയിട്ടാണ് ഷോർട്ട് കട്ട്. ഒരു 250 കൊടുത്തു. ഓക്കെ. ഇനി എനിക്ക് എന്ത് ചെയ്യണം? ഇതിൻ്റെ പുറത്തെ ഭാഗം ഡിലീറ്റ് ചെയ്യണം. ശ്രദ്ധിക്കുക, Ctrl+Shift+I അടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഡിലീറ്റ് ചെയ്യുക. ഓരോ പ്രാവശ്യം ഡിലീറ്റ് ചെയ്യുമ്പോഴും അത് ഡിലീറ്റ് ചെയ്യണതിൻ്റെ അളവ് ഇങ്ങനെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും. കണ്ടല്ലോ? ഒരു സ്മൂത്ത്നെസ് ഫീൽ ചെയ്തിട്ടല്ലേ ഡിലീറ്റ് ആയത്?
ആ ഫോട്ടോസ് ശ്രദ്ധിക്കും നിങ്ങൾ. ഇതിനെ നമ്മൾ ഇമേജിൻ്റെ ഉള്ളിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഉള്ളിലുള്ള ഡിസ്ട്രാക്റ്റീവ് ഷിഫ്റ്റ് കൺട്രോൾ യു കൊടുത്തു. നോക്കിയേ നിങ്ങൾ. സാർ ആ ഫെദറിന്റെ മെത്തേഡ് ഒന്നും കൂടി കാണിച്ചു തരുമോ? കാണിക്കാം, ശ്രദ്ധിക്കാം. ഇടാം. കണ്ടല്ലോ. അപ്പോൾ നമുക്കൊരു ആ എഫക്റ്റിൽ അത് ലയിച്ച് വരുന്ന ഒരു ഫീലിംഗ് കണ്ടില്ലേ നിങ്ങൾ? ഒന്നുകൂടി ഞാൻ പറയാം, എല്ലാവരും ശ്രദ്ധിക്കട്ടോ. ഏത് ഫോട്ടോസ് ആണെന്നുണ്ടെങ്കിൽ ആ ഫോട്ടോസ് നമ്മൾ എടുക്കുക. ആ ഫോട്ടോസിലേക്ക് നമുക്ക് ഏത് ഫോട്ടോസാണോ വലിച്ചിടേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഫോട്ടോസ് നമ്മൾ അതിലേക്ക് വലിച്ചിടുക. ഇതുവരെ ക്ലിയർ ആണല്ലോ? യെസ് സർ. ഇനി നമ്മളത് ആവശ്യത്തിനനുസരിച്ച് വലുതാക്കിയതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ ലേസർ ടൂൾ എടുത്തിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു സൈഡിലൂടെ ഇങ്ങനെ സെലക്ഷൻ ചെയ്ത് കൊണ്ടുപോകാം. ഓക്കെ. ഷിഫ്റ്റ് F6, അതായത് ഫെദർ സെലക്റ്റിൽ പോയി കഴിഞ്ഞാൽ കാണാം മോഡിഫൈയിലുള്ളിലുള്ള ഫെദർ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻസ് കാണാം. കണ്ടല്ലോ? ഈ ഫെദർ നമ്മൾ എത്ര കൊടുക്കേണ്ടത് എന്നുള്ളത് സെറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞു എന്തെന്ന്, എനിക്കൊരു 300 വേണം. അപ്പോൾ ആ സെലക്ഷൻസ് അവിടെ 300 സെലക്ഷൻസ് ഉള്ള ഫെദറായി മാറി. ഇനി ഡിലീറ്റ് ചെയ്യരുത് നിങ്ങൾ. ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിലത്തെ ഭാഗം ഡിലീറ്റ് ആവുക, പുറത്തെ ഭാഗം ഡിലീറ്റ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ Ctrl+Shift+I അടിച്ചിട്ട് നമ്മൾ ഡിലീറ്റ് ചെയ്യാം. ഓരോ പ്രാവശ്യം ഡിലീറ്റ് ചെയ്യുമ്പോഴും ആ ലയിക്കണതിൻ്റെ അളവ് ഇങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കും. ക്ലിയർ ആണല്ലോടാ? അതിനെ ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കുന്നു. ഇമേജിലെ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഉള്ളിലുള്ള ഷിഫ്റ്റ് കൺട്രോൾ ഡീസാച്ചുറേഷൻ. ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആകുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസിൽ അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. മനസ്സിലായ? സംഭവം മനസ്സിലായ? ക്ലിയർ ആണോ? ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ അല്ലേ? ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഒരു മിനിറ്റ്, ഞാൻ നിങ്ങളുടെ അറ്റൻഡൻസ് ഒന്ന് മാർക്ക് ചെയ്യട്ടെ. റിസ്ബാന വന്നിട്ടുണ്ടല്ലോ. മുഹമ്മദ് ഹസൻ വന്നിട്ടുണ്ട്. ഫാത്തിമ ലെന, ഓക്കെ. റുക്സാന ഹമീദ്, റുക്സാന, ഞാൻ നോക്കാം. സംഗീത് സണ്ണി, സോറി, നോക്കാം. ആരും വന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ശ്രീനു, ഓക്കെ. അനുരാഗ്, ഓക്കെ. ഓക്കെ, മറ്റു 2 പേര് എന്താണെന്നുള്ളത് ഞാൻ അയച്ചു കൊടുക്കാം. ഫയൽ മെസ്സേജ് അയക്കാൻ. ഇനി ആർക്കെങ്കിലും സംശയങ്ങളുണ്ടോ? ഇതുവരെ പറഞ്ഞതിൽ ആർക്കെങ്കിലും സംശയങ്ങളുണ്ടോ? ഇത്രയും വർക്കുകളാണ് നമ്മൾ